തീറ്റി 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 എപ്പം നോക്കിയാലും തീറ്റി. എനിക്കാണെങ്കിൽ തിന്നാതിരിക്കാൻ പറ്റത്തുമില്ല, ഈ വീഡിയോ കാണുന്നവർക്കൊട്ട് അത് സഹിക്കത്തുമില്ല. ഞാനിപ്പോൾ എന്ത് ചെയ്യാനാണ്? ഞാൻ തിന്നും കേട്ടോ. എൻ്റെ മുന്നിൽ എനിക്കിഷ്ടമുള്ള ആഹാരം കണ്ടാൽ മൂക്കറ്റം തിന്നും. പറഞ്ഞു കേട്ടിട്ടില്ലേ? ഇത് കഴുത്ത് വരെ ഞാൻ തിന്നും. പിന്നെ അങ്ങോട്ട് ഇറങ്ങാതെ വരുമ്പോൾ അത് ഞാൻ നിർത്തത്തുള്ളൂ കേട്ടോ. പിന്നെ ചില ദിവസങ്ങളിൽ ഡയറ്റ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ നടക്കാറുണ്ടെങ്കിലും നല്ല ഭക്ഷണം കിട്ടുമ്പോൾ ആ ഡയറ്റിനൊക്കെ ഞാനങ്ങ് മാറ്റി വയ്ക്കും. ചിലപ്പോഴൊക്കെ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഫുഡടിയും ആരും കേട്ടോ. ഇന്നിപ്പോൾ നാളെ കടല പുഴുങ്ങിയൊക്കെ കഴിക്കാമെന്നുള്ള രീതിയിൽ കുറച്ച് കടലയെല്ലാം എടുത്ത് വെള്ളത്തിലൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് രാത്രി ഗോതമ്പ് ദോശ ഉണ്ടാക്കാൻ പോകുന്ന ബഹളമാണ് കേട്ടോ. ഗോതമ്പ് ദോശയൊന്നും നമ്മുടെ ലിസ്റ്റിലുള്ള സാധനമല്ല കേട്ടോ. ഇത് ഏട്ടന് വേണ്ടിയിട്ടുണ്ടാക്കുന്നതാണ്. നമുക്ക് ഈ പറഞ്ഞ കണക്ക് വല്ല ചപ്പാത്തിയോ ബിരിയാണിയോ ബർഗറോ ഷവർമയൊക്കെ ആണെങ്കിൽ കാര്യമായിട്ടെടുത്ത് കഴിക്കും. അത് നമ്മുടെ ഒരു രീതിയാണ്. അതാണെങ്കിലും നമ്മൾ വീഡിയോ ഇടുമ്പോഴേക്കും ചിലർക്കൊട്ട് അങ്ങോട്ട് സുഖിക്കത്തില്ല. ഞാനിപ്പോൾ എന്ത് ചെയ്യാനാണ്? നിങ്ങൾക്കത് ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ട് എനിക്കിഷ്ടമുള്ള സാധനം എനിക്ക് മാറ്റി വയ്ക്കാൻ പറ്റുമോ? അത് പറ്റത്തില്ല. ഞാനിപ്പോൾ നിങ്ങൾ കഴിക്കുന്ന ഒരു സാധനം എനിക്കിഷ്ടമല്ല, അതിപ്പോൾ നിങ്ങൾ കഴിക്കുമ്പോൾ നിങ്ങളത് കഴിക്കരുത്, എനിക്കിഷ്ടമല്ല അതുകൊണ്ട് നിങ്ങൾ കഴിക്കരുതെന്ന് പറയാൻ പറ്റുമോ? ഞാൻ വന്ന് കഴിച്ച് എന്തെങ്കിലും അസുഖം വന്ന് ചത്താൽ അത് എനിക്കും എൻ്റെ കുടുംബത്തിനും മാത്രമേ ഉള്ളൂ. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഈ ജങ്ക് ഫുഡ്സ് അടിയിൽ ഉറപ്പായിട്ടും നമുക്ക് എല്ലാവർക്കും അസുഖം വരും, പെട്ടെന്ന് തന്നെ തട്ടി പോവുകയും ചെയ്യും. അത് കഴിക്കുന്ന എല്ലാ വ്യക്തികൾക്കും അറിയുകയും ചെയ്യാം. എന്നിരുന്നാലും ഇത് കാണുമ്പോൾ എങ്ങനെയാണ് മക്കളെ കഴിക്കാണ്ടിരിക്കുന്നത്? പറ്റത്തില്ല, എന്നെക്കൊണ്ട് പറ്റത്തില്ല കേട്ടോ. ഒരു പരിധിവരെയൊക്കെ ഞാൻ കൺട്രോൾ ചെയ്യും ഈ ഡയറ്റ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ദിവസങ്ങളിൽ കേട്ടോ. പിന്നെ അത് എപ്പോഴും ആകുമ്പോൾ എന്നെക്കൊണ്ട് കൺട്രോൾ ചെയ്യാനൊന്നും പറ്റത്തില്ല. എന്തായാലും നമ്മളൊരു ദിവസം മരിക്കും. അത് തിന്നുകൊണ്ടങ്ങ് മരിക്കണം കേട്ടോ. ചത്തു പോകുമ്പോഴേ അയ്യോ അത് തിന്നാൻ പറ്റിയില്ലല്ലോ എന്ന് നമ്മൾ ഓർത്ത് വിഷമിക്കരുത്. കുറേ നാൾ മുന്നേ, കല്യാണത്തിനൊക്കെ മുന്നേ ഞാൻ ഭയങ്കര വെജിറ്റേറിയൻ ആയിരുന്നു കേട്ടോ. ഇപ്പോൾ ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്. ഞാൻ എന്തിനെന്ന് വെജിറ്റേറിയനായി? എന്തോരം നല്ല മീനും ചിക്കനും ഒക്കെ ആ വീട്ടിൽ കൊണ്ടുവച്ച് അവരൊക്കെ കഴിച്ചുകൊണ്ടിരുന്നത്. അന്ന് ഞാൻ നോക്കിക്കൊണ്ടിരിക്കും. കൊതിയൊന്നും വരത്തില്ലായിരുന്നു കേട്ടോ, എങ്കിലും അന്ന് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അതൊരു വലിയ തീരാ നഷ്ടമായിട്ട് എനിക്കിപ്പോൾ കണക്കാക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് എന്നെ തിന്നാത്ത എന്ത് സാധനവും ഞാനും തിന്നും കേട്ടോ. എന്തെന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടമുള്ള മാക്സിമം എല്ലാ സാധനങ്ങളും തിന്നും. അതൊരു തെറ്റാണോ? നിങ്ങൾ പറയൂ ഗൈസ്.